എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ആ 2 കുട്ടികളില്ലേ അവരുമായിട്ട് ഭയങ്കര കഷ്ടത്തിലായിരുന്നു. അവിടെയായിട്ട് അവർ താമസിക്കുന്ന വീടിന്റെ ഓണർ വന്നിട്ട് പറയും, ഇനി റെന്റ് തന്നില്ലെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് മാറി തന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവള് ഭയങ്കര വിഷമിക്കും. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ പണിക്കും അതേപോലെ തന്നെ ബാറിലും അങ്ങനെ അവൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഈ 2 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിലായിട്ട് വരുന്നതാണ്. അവിടെ വരുമ്പോൾ അവളുടെ കയ്യിൽ ഫുൾ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫ് പറയും, മോളെ നീ നിന്നെ തന്നെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം, ഈ സമയത്ത് കെയറിങ് ഒക്കെ കിട്ടേണ്ട സമയവാ എന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന അവൾക്കൊന്നും പറയാൻ തോന്നത്തില്ല. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കും. അവനാണെങ്കിൽ വൈകുന്നേര സമയത്ത് ഒരു ബാറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെയായിട്ട് ഒരു ഫുട്ബോൾ കാണും. ഇത് കാണുന്ന അവനവൻ്റെ ഡ്രീം ഓർമ്മ വരും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിന് അവൾക്കാണെങ്കിൽ പുറത്തിറങ്ങുന്നതും അവിടെയായിട്ട് JBCയുടെ ഒരു ആങ്കറിങ്ങിൻ്റെ നോട്ടീസ് കാണും. ഇത് കാണുന്ന അവൾക്ക് അവളുടെ ഡ്രീം ഓർമ്മ വരും. തൊട്ട് പുറവിനെ തന്നെ ഒരു വോയിസ് ഓവറും കേൾപ്പിക്കും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്, അത് നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി കണക്ക് പറയാനൊന്നും പാടില്ല എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുക. അങ്ങനെ ഇവരെല്ലാവരും അകത്തോട്ട് വിളിക്കും. നമ്മുടെ ഹീറോയിന് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെയായിട്ട് പറഞ്ഞിരിക്കുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് കുറച്ച് ന്യൂസ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് കാണിക്കും, നിങ്ങൾ അതിനനുസരിച്ച് അതിനെ റിപ്പോർട്ട് ചെയ്യണം എന്ന്. ആദ്യമേ ചെയ്യുന്നവരൊക്കെ നല്ലതുപോലെ നെർവസ് ആയിരുന്നു. അവസാനം നമ്മുടെ ഹീറോയിന്റെ ഊഴം എത്തും. അവളാണെങ്കിൽ അവിടെ നല്ല പൊളിയായിട്ടാണ് ആങ്കറിങ് ഒക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവൾ നല്ല കൂളായിട്ട് പറയുന്ന കൂട്ടത്തിൽ അവിടെയായിട്ടുള്ള സിസ്റ്റത്തിന് അത് ചെറിയൊരു എറർ വരും. ഇത് കാണുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അത് നല്ല കിടിലായിട്ട് മാനേജ് ചെയ്യും. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കര ഇംപ്രസ് ആയിരുന്നു. അവരെല്ലാവരും അവളുടെ അടുത്ത് എപ്പോഴാണ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ നായിക പറയാനായിട്ട് തുടങ്ങും, ഞാൻ 2014 കംപ്ലീറ്റ് ആക്കിയത് എന്ന്. ഇത് കേൾക്കുന്നതും അവരാണെങ്കിൽ വിചാരിക്കും, ഓഹോ അപ്പൊ ഇവക്ക് എന്തായിരുന്നാലും ഒരു 24 വയസ്സായിരിക്കുമെന്ന്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ വയസ്സൊന്നും അങ്ങനെ നല്ലതുപോലെ റിവീൽ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനെയാണ്. അവനാണെങ്കിൽ ഇപ്പൊ ആ റൗഡി ആയിട്ടുള്ള ചെറുക്കനുമായിട്ട് അടി കൂടുകയല്ലായിരുന്നു. അവൻ അവിടെ ഈ ചെറുക്കനെ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്യും. നീ ഇത്രയും ക്ലാസ്സിലുള്ള പിള്ളേരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഇത്ര ഷൈൻ ചെയ്യുന്നത് നിന്നെ കണ്ട എല്ലാവരും പേടിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇനി നിന്നെ കണ്ടിട്ട് ആരും പേടിക്കത്തില്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര മാസിൽ ഡയലോഗ് ഒക്കെ അടിക്കും. ഇത് കേൾക്കുന്നേ ആ റൗഡി ചെറുക്കനങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവിടുത്തെ സാറ് വരും. എന്നിട്ട് ചോദിക്കും, ഇവിടെ എന്ത് പടം നടക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ മോനോട് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മോൻ വിചാരിക്കുന്നത് തന്നെ, എന്നാൽ ഇവൻ കൊള്ളാലോ, ഇവൻ എന്ത് ധൈര്യശാലിയാ എന്താന്ന് വെച്ചാൽ അവൻ ഇത്രയും കാലം ഇല്ലാത്ത ഒരു കറേജ് അല്ലേ ഇപ്പൊ അവന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന. അവനിപ്പോ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ വിചാരിക്കുന്നത് തന്നെ, എന്നാലും എന്റെ മോനെ അടിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നത്, ഞാൻ പോലും എൻ്റെ കൊച്ചിനെ ഇതുവരെ അടിച്ചിട്ടില്ല, അവനാണെങ്കിൽ എന്ത് പാവമാണ് എന്നൊക്കെ നമ്മുടെ ഹീറോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. പോരാത്തതിന് അവനാണെങ്കിൽ ഈ സ്കൂളിന്റെ പുറകുവശം എത്തുന്ന അവനൊരു ഫ്ലാഷ് ഓർമ്മ വരും. അതായത് പണ്ട് അവൻ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടില്ലേ അവനെ ആണെങ്കിൽ കുറച്ച് ചെറുക്കന്മാർ ചേർന്ന് നിന്നിട്ട് നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നതിന്റെ പേരിൽ. അങ്ങനെ നമ്മുടെ ഹീറോ വന്ന് ഇടപെട്ടിട്ടാണ് അവന്മാരെല്ലാം എങ്ങനെയെങ്കിലും പിരിച്ചുവിടുന്നത്. അവിടെയായിട്ട് അവന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവന്റെ പേര് ചായി എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഹീറോ ഇതൊക്കെ ആലോചിച്ചിട്ട് അതേ സ്ഥലത്തായിട്ട് വന്ന് എത്തി നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ ഹീറോയുടെ മോള് തന്നെയാണ് സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവനാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, എന്നാലും നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ ഈ സ്കൂളിന്റെ പുറകുവശത്തായിട്ട് വന്നു എന്ന് സിഗരറ്റ് വലിക്കുന്നേ എന്ന്. ഇത് ഞാൻ ഉറപ്പായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ പെങ്കൊച്ച് ഭയങ്കരമായിട്ടും പേടിച്ചുമായിരുന്നു. അവൾ വേഗം തന്നെ അവനെ 2-3 വഴക്കം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി എങ്ങ് പോകും. എന്നാൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ കാര്യം എന്തോ അത് മനസ്സിലാവത്തില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ അവിടെ ആയിട്ടൊരു സാറ് വന്നിട്ടുണ്ട്. സാറിനെ കാണുന്നേ നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ കൂടെ തന്നെ പഠിച്ച ആ ചായ എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ അവൻ തന്നെയാണ് ഇപ്പോൾ ഈ സ്കൂളിൽ ടീച്ചറായേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോനെ കാണുന്ന ആ സാറും പറയും, എനിക്ക് നിന്നെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന്. എന്നാൽ ഹീറോ ഉടനെ തന്നെ ചായ അല്ലേ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ ഒരുങ്ങും. ഉടനെ തന്നെ സാറാണെങ്കിൽ നമ്മുടെ ആ ഹീറോയുടെ ചെവിയിലായിട്ട് പിടിച്ചിട്ട് വയ്ക്കും, നീ സാറിനെയാണോ പേര് വിളിച്ച് സംസാരിക്കുന്നേ എന്ന്. ഇവിടെ നമ്മുടെ ഹീറോയുടെ കയ്യിലായിട്ട് സിഗരറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറയും, നിനക്ക് ഞാൻ നല്ലൊരു പണിഷ്മെന്റ് ഇരുന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ടങ്ങ് പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ഹീറോയുടെ മോളും കൂടി സാറിന്റെ മുമ്പിലായിട്ട് ഇരിക്കുന്നതാണ്. സാറാണെങ്കിൽ നമ്മുടെ ഹീറോന്റെ മോളിനെ നല്ലതുപോലെ വഴക്ക് പറയും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്നാലും എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ ഈ സ്കൂളിൽ വെച്ചിട്ട് സിഗരറ്റ് വലിച്ചത് എന്ന്. പോരാത്തന്നെ അയാളാണെങ്കിൽ കയ്യിരുന്ന ബോർഡ് എടുത്തിട്ട് നമ്മുടെ ഈ മോളില്ലേ അവളുടെ തലക്കിട്ട് അടിക്കാനും തുടങ്ങും. എന്നാൽ ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ വേഗം തന്നെ ആ സാറിന്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറയും, സാർ നിങ്ങൾ അവളെ വഴക്ക് പറയുന്നതൊക്കെ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവളെ തലക്കടിക്കുന്നത് അത്ര ശരിയൊന്നും അല്ല
എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ആ പ്രിൻസിപ്പിൾ വരും. അവരാണെങ്കിൽ വന്ന ഉടനെ നമ്മുടെ ഈ ഹീറോയിനെയും അതേപോലെ തന്നെ മോളെയും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛനെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ആ മോളില്ലേ അവളുടെ അമ്മേനെയും വിവരം അറിയിക്കും. അവിടെയായിട്ട് നമ്മുടെ ഹീറോയുടെ അച്ഛൻ, അതായത് ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അവനാണെങ്കിൽ ഇപ്പോഴും ആ ടീച്ചറിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് അവനാണെങ്കിൽ ടീച്ചറിന്റെ കോൾ വരുന്നത്. ഇത് കാണുന്നവന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിൻ ഇല്ലേ, അവരാണെങ്കിൽ അവളുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിലായിട്ട് വരുന്നതാണ്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോ. അവനൊരു വിധത്തിൽ ഇവർക്ക് മുഖം കാണിക്കാൻ റെഡി ആവത്തില്ല. ആ സമയത്ത് ടീച്ചറാണെങ്കിൽ നമ്മുടെ നായിക എടുത്ത് പറയും, അതായത് നിങ്ങളുടെ മോളാണെങ്കിൽ സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ ഞാൻ പിടിച്ചായിരുന്നു, ഇതാരുടെ സിഗരറ്റാ എന്ന്. ഉടനെ തന്നെ നമ്മുടെ മോള് പറയാനായിട്ട് തുടങ്ങും, അത് എൻ്റെ അമ്മയുടെയാണ്, എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൻ എഴുന്നേറ്റ് എന്നോട് ചോദിക്കും, ഓഹോ അപ്പൊ നീയാണല്ലേ നമ്മുടെ മോളെ ഇങ്ങനെ വഷളാക്കുന്നേ എന്ന്. ഇത് കാണുന്നേയും എല്ലാവരും ഭയങ്കര ഷോക്കായിരുന്നു. പ്രിൻസിപ്പൽ ആണെങ്കിൽ നമ്മുടെ ഹീറോ അടുത്ത് പറയും, നീ ഒന്ന് സമാധാനപ്പെടുക, നീ അവിടെ അടങ്ങിയിരിക്കുകയെന്ന്. ഉടനെ തന്നെ അവൻ പറയാനായിട്ട് തുടങ്ങും, എങ്കിലും ഏതെങ്കിലും അമ്മ ചെയ്യുന്ന പണിയാണോ, രണ്ടുപേരും കൂടി എന്ത് പരിപാടി ഈ ഒപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഭയങ്കര വയലന്റ് ആവാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മുടെ നായികയാണെങ്കിൽ നായകന്റെ ഫേസ് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ നമ്മുടെ നായികയാണെങ്കിൽ ഹീറോയുടെ ഫേസിലായിട്ട് വന്ന് തൊട്ടിട്ട് പറയും, നീ അവനെ പോലെ തന്നെ ആയിരിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മോള് ചോദിക്കും, അല്ല ആരെ പോലെ ഇരിക്കുന്നതായിരിക്കും അമ്മ പറയുന്നത്. അപ്പൊ നമ്മുടെ ഹീറോയും പറയാനായിട്ട് തുടങ്ങും, അത് നിന്റെ അച്ഛനെ പോലെ അവനെ പോലെ തന്നെയാ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ മുഖം എല്ലാം പിടിച്ച് ഇങ്ങനെ മാറ്റിയും തിരിച്ചും ഒക്കെ നോക്കും. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അവനാണെങ്കിൽ എൻട്രി ആവും. അവൻ നല്ല ഗെറ്റപ്പിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അവൻ വന്ന ഉടനെ പറയും, അതെ ഇവൻ എൻ്റെ മോൻ തന്നെയാണ്, ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ജനിച്ച മോൻ. ഇത് കേൾക്കുന്നേ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ഹീറോയിനൊന്നും മനസ്സിലാവത്തില്ല. അവളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഫ്രണ്ട് വന്നിട്ട് എല്ലാം കുളവാക്കുമോ എന്ന് ആലോചിച്ച് അവൻ പറയും, നീ അധികം ഒന്നും സംസാരിക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവിടെ നിന്നും പോയായിരുന്നു. ഇപ്പൊ അവന്റെ ഫ്രണ്ടും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ വൈഫില്ലേ, ഇവര് രണ്ടുപേരോട് ചേർന്നിട്ടാണ് നടന്നു വരുന്നത്. ടീച്ചറും ഉണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ആ ചായ എന്ന് പറയുന്ന സാറില്ല, അയാൾ കയറി വരും. ഇയാളെ കാണുന്ന നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഉടനെ തന്നെ ചായ ചോദിക്കും, നീ ഇപ്പോഴും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന്. എന്നാൽ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ വലുതായിട്ട് വലിയ മൈൻഡ് ഒന്നും കൊടുക്കത്തില്ല. ഈ ചായ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ മോളില്ലേ അവളുടെ പുറകെയായിട്ട് നടന്നു പോകുന്നതാണ്. അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, എനിക്കിപ്പോൾ ജോലിക്ക് പോകണോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ ഈ ജോലിക്ക് പോകുന്നത്, നിനക്ക് പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ നിന്റെ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ. ഉടനെ തന്നെ അവൾ പറയും, ഞാനതൊന്നും നിന്റെ അടുത്ത് വ്യക്തമായിട്ട് പറയേണ്ട കാര്യമില്ല, എനിക്ക് എന്ത് ആവശ്യമാണുള്ളത്, ഞാൻ എന്തിനാ ജോലിക്ക് പോകുന്നേ എന്ന്. നീ ഒന്ന് മാറി നിൽക്കുന്ന പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. പെട്ടെന്ന് തന്നെ അതിലേ വരുന്ന അവളുടെ ഫ്രണ്ടിനെ പിടിച്ചെടുത്തിട്ട് നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഇവൾ എന്തിനാ ജോലിക്ക് പോകുന്നതെന്ന് നിനക്കറിയാവോ. ഉടനെ അവൻ പറയും, ആ എനിക്കറിയാലോ. എന്നിട്ട് പറയും, ഞാനതൊരിക്കലും നിന്റെ അടുത്ത് പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവന്റെ മോളാണെങ്കിൽ ജോലിക്ക് പോകുന്ന കാര്യം അവൻ അറിയത്തില്ലല്ലോ എന്ന്. അതായത് അവനവന്റെ മക്കളെ മനസ്സിലാക്കാൻ ഇനിയും ഒരുപാടുണ്ട്. അങ്ങനെ അവൻ വിഷമിച്ച് നടക്കുന്നതും അതിലേ അവൻ കാണും. അതായത് അവന്റെ മോനാണെങ്കിൽ നടന്നു പോകുന്നതും അവനെ ആ റൗഡി പിള്ളേർ ഫോളോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവനും ഫോളോ ചെയ്തിട്ട് വരും. അവന്റെ മോൻ വേഗം ഒരു ടേൺ എടുത്ത് അങ്ങ് മാറിപ്പോവും. അങ്ങനെ നമ്മുടെ ഹീറോ വന്ന് നോക്കുമ്പോൾ എന്തോ അവന്റെ മോനാണെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് കാണുന്ന ഹീറോയ്ക്ക് ഭയങ്കര സങ്കടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് ഇഷ്ടമല്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ മോനെ കോൾ ചെയ്യും. എന്നിട്ട് ചോദിക്കും, എടാ മോനെ നീ എവിടെയാ എന്ന്. ഉടനെ തന്നെ അവന്റെ മോനാണെങ്കിൽ കള്ളം പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീറോ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. എന്നാൽ അപ്പോഴും അവന്റെ മോൻ അതൊന്നും പറയാൻ റെഡി ആവത്തില്ല. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവൻ വിചാരിക്കുന്നത് എൻ്റെ മോനും എൻ്റെ അടുത്ത് സത്യമൊന്നും പറയുന്നില്ല, ഞാനൊരു പക്ഷേ നല്ലൊരു അച്ഛനല്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ അവൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, നീ ബാസ്കറ്റ് ബോൾ കളിക്കുവാണോ, നിനക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവൻ്റെ മോൻ ചോദിക്കും, അതിന് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ബാസ്കറ്റ് ബോൾ ഇഷ്ടമല്ല എന്ന്. ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോ ഒന്നുകൂടെ ഒന്ന് ഷോക്കാവും. അവൻ പറയും, എനിക്ക് നന്നായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാൻ അറിയാം, ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവരാണെങ്കിൽ വീട്ടിലായിട്ട് ഇരിക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ മോള് വരും. ഇവിടെ കാണുന്നതും നമ്മുടെ നായികയാണെങ്കിൽ പിടിച്ചിരുത്തി സംസാരിക്കും, അല്ല നീ എന്തിനാ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന്ന്. അപ്പോൾ അവള് പറയും, ഞാൻ അമ്മേനെ കണ്ടിട്ടാണ് പഠിച്ചത്, അമ്മ എന്തിനാ സിഗരറ്റ് വലിച്ചത്, അതുകൊണ്ടാണ് ഞാനും വലിക്കാൻ തീരുമാനിച്ചത് എന്ന്. ഇവിടെയാണെങ്കിൽ നമ്മുടെ നായിക അവളുടെ മോളെ നല്ലതുപോലെ ഉപദേശിക്കും. എന്നാൽ ഉടനെ തന്നെ ആ മോള് പറയാനായിട്ട് തുടങ്ങും, എന്തൊക്കെയായിരുന്നാലും ഞാൻ ഒരിക്കലും അമ്മയെ പോലെ ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. ഇത് കേൾക്കുന്നേ നമ്മുടെ നായികയ്ക്ക് ഭയങ്കര സങ്കടം. അവൾ ആ ഈ സിഗരറ്റ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. സത്യത്തിൽ നമ്മുടെ നായകനാണെങ്കിൽ ഈ സിഗരറ്റ് വാങ്ങിക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ നായിക ചോദിക്കും, നിങ്ങൾക്ക് സിഗരറ്റ് വേണോ എന്ന്.
അങ്ങനെ ഇവർ തമ്മിൽ ചെറിയൊരു വഴക്കുമാവും. അപ്പം നമ്മുടെ ഹീറോ പറയുന്നത് എനിക്കൊരു ചെറിയ സന്തോഷം പോലും അനുഭവിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നത്. അവസാനം നമ്മുടെ നായികയാണെങ്കിൽ അവന് വേണ്ടിയിട്ടൊരു സിഗരറ്റ് വാങ്ങിക്കും. അത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്യുമായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇവളെ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്യും. നീ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത് എന്നും പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഹീറോയിന് ഭയങ്കര സങ്കടമാവും. അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ട് സിഗരറ്റ് വലിക്കും. ഇതാണ് അവളുടെ മോള് കാണുന്നത്. അങ്ങനെയാണ് അവൾ സിഗരറ്റ് എടുത്ത് വലിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ മോൻ്റെ കൂടെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ അവൻ പറയും ഒരു മാച്ച് നടക്കുന്നുണ്ട്, നമുക്ക് രണ്ടു കൂടെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ എന്ന്. അവൻ്റെ മോൻ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവർ വീട്ടിൽ വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ഹീറോയുടെ വൈഫില്ലേ, അവളാണെങ്കിൽ സാധനങ്ങളൊക്കെ കളയാൻ വേണ്ടി പുറത്തോട്ട് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് അവളുടെ കയ്യിൽ സിഗരറ്റും ഉണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഹീറോയിൻ ഇവനെ കണ്ടിട്ട് പറയും എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ ജസ്റ്റ് കൺഫ്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തേന്ന്. ഇവനാണെങ്കിൽ സിഗരറ്റ് കാണുന്നത് നമ്മുടെ നായിക എടുത്ത് ചോദിക്കും ഇത് നിങ്ങൾ ഇതുവരെ കളഞ്ഞില്ലേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക അവൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കും നീ എല്ലാവരുടെ അടുത്ത് ഇതുപോലാണോ സംസാരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഹീറോ പറയാം അത് ഞാൻ പുറത്ത് പഠിച്ചൊക്കെ വളർന്നതുകൊണ്ടാണ് എൻ്റെ സംസാരം ഇങ്ങനെ ആയിപ്പോയത്. ഉടനെ തന്നെ നമ്മുടെ മോൻ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് അറിയാമായിരിക്കുമല്ലോ. ഉടനെ തന്നെ നമ്മുടെ ഹീറോ പറയും ഇംഗ്ലീഷ് എനിക്ക് അത്ര നന്നായിട്ടൊന്നും അറിയത്തില്ല, കൊറിയക്കാരുണ്ടായിരുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ച് വളർന്നത് എന്ന്. അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹീറോ ആണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ ചെയ്യുന്നതാണ്. അവിടെ അവൻ പറയും ഞാനാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാനായിട്ട് പോയതാ ഞാനാണ് നിൻ്റെ ഹസ്ബൻഡ് എന്ന്. എനിക്കത് പറയാൻ പറ്റില്ല. നിനക്കൊരു കാര്യം അറിയാവോ, എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. എന്നാൽ അവർ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എല്ലാ കാര്യം തുറന്നും പറയുന്നുണ്ട്. ഞാൻ അവരുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമല്ലേ എനിക്ക് എൻ്റെ മക്കളെ നല്ലതുപോലെ നോക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അവിടെ അവൻ നല്ല ഇമോഷണലായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവരും ഇപ്പോൾ ഒരു ബാറിലായിട്ടായിരിക്കുന്നത്. രണ്ടുപേരുടെ ഇപ്പോൾ ഡിവോഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ ഹീറോയുടെ ഫ്രണ്ടായിട്ടുള്ള ചായയില്ലേ അവനും അവിടെ നിൽക്കുന്നുണ്ട്. അവനവിടെ ബാറിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണുന്ന അവളുടെ അടുത്തൊന്ന് സംസാരിക്കും. എന്നിട്ട് പറയും ഇതെൻ്റെ ചേട്ടൻ്റെ കടയാണ്, ഞാനിവിടെ അവനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക എന്ന്. എന്നാൽ ഇവ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ഡിവോഴ്സിനെ പറ്റി പറയുന്നത് അവൻ വേഗം തന്നെ ഇവളുടെ അടുത്തൊന്ന് സംസാരിക്കും നിനക്ക് ഡിവോഴ്സ് ആവാൻ പോവുകയാണോ എന്ന്. ഇത് കേൾക്കുന്നത് അവൾ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കാവും. ഇവനാണെങ്കിൽ പറയും നീ ഇവിടെ നിൽക്ക്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. അപ്പോൾ നമ്മുടെ നായികയുടെ ഫ്രണ്ടാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് അവൻ്റെ ഫസ്റ്റ് ലവ് നീ ആയിരുന്നു എന്നാ. നീ എന്തായിരുന്നാലും വിഷമിക്കേണ്ട, ഡിവോഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. എന്നാൽ അവൾക്കാണെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ വേഗം തന്നെ പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് വന്നിട്ട് പറയും എടി നീ വിഷമിക്കേണ്ട, നിനക്ക് നല്ലൊരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യും, നീ കണ്ണടച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്ക്. ആദ്യമേ നീ ആരെയാണോ കാണുന്നത് അവരെ നിനക്ക് നിന്റെ വരനായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഇത് കേൾക്കുന്നേ നമ്മുടെ നായിക അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. എങ്കിലും അവളാണെങ്കിൽ കണ്ണടച്ചിട്ട് ഇങ്ങനെ നടക്കും. അവൾക്കിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അതായത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ ഇൻസൾട്ട് ചെയ്തതും അവളുടെ മോൾ അവളുടെ മോശമായിട്ട് സംസാരിച്ചതും അവളെ അവളുടെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ഒരു കാർ ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ വേഗം വന്ന് നമ്മുടെ നായകനെ കയറി അങ്ങ് പിടിക്കും. ഇത് കാണുന്നേ അവള് ഭയങ്കര ഷോക്കായി പോയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ നായകനാണെങ്കിൽ ആദ്യമായിട്ട് നായികനെ എങ്ങനെയാണോ മീറ്റ് ചെയ്തത് അതേപോലെ തന്നെ അവനിപ്പോൾ പിടിച്ചേക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ നായികയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്തായിട്ട് വന്ന് മണപ്പിച്ച് നോക്കിയിട്ട് ചോദിക്കും നീ കുടിച്ചിട്ടുണ്ടോ എന്ന്. അവൾ ഉടനെ തന്നെ സോറി പറഞ്ഞ് അങ്ങോട്ട് മാറുന്നതും ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ചായ എന്ന് പറയുന്നവനായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എങ്ങനെയെങ്കിലും വളച്ച് കയ്യിലെടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ വന്നേക്കുന്നത്. അവൻ പറയും ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ജലസാവും. അവൻ എന്നാൽ സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൻ പറയും സർ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു, എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്താരേ എന്ന്. ഇത് കേൾക്കുന്ന ആ ചായക്ക് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ ഒരു 4 പേരും കൂടി കാറിനകത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവിടെയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കോൾ വരും. ഉടനെ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ കോൾ എടുത്തിട്ട് പറയും അച്ഛാ ഞാൻ ദാ വരുന്നത് വെച്ചാൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഒരു മാതിരി സംസാരിക്കും. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയാം എടാ നീ എവിടെ പോയി കിടക്കുക, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ബാറിൽ വെയിറ്റ് ചെയ്യുക, നീ സിഗരറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ അവൻ പറയും. അതേസമയം തന്നെ നമ്മളുടെ ഈ ചായയില്ലേ ഹീറോയിൻ്റെ അടുത്ത് പറയും എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമേ ഇവനെ കണ്ടപ്പോൾ വിചാരിച്ചത് നമ്മുടെ ഹീറോയുടെ മോനായിരിക്കും ഇവനെന്നാ. ഇത് കേട്ട ഉടനെ നമ്മുടെ നായിക പറയും ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. ഉടനെ എന്നെ ബാക്കി ഇരിക്കുന്ന നമ്മുടെ നായികയുടെ ഫ്രണ്ട് പറയും എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മോനായിരിക്കും എന്ന്. അവനെ കാണാൻ ഒട്ടും ലുക്കില്ലല്ലോ, ദാ ഈ ഫോട്ടോ കണ്ടില്ല അവൻ എന്ത് മോശമായിട്ടായിരിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവൻ വിചാരിക്കും ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്. അപ്പം നമ്മളുടെ നായിക പറയാനായിട്ട് തുടങ്ങും അങ്ങനെയല്ല, അവൻ പണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു, നിനക്ക് ഓർമ്മയില്ല, അവൻ നല്ലതുപോലെ ബാസ്കറ്റ് ബോളും ഒക്കെ കളിക്കുമായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ചായ പറയും ഓ അവ അത്ര വലിയ ഗെയിമറൊന്നും അല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും നല്ലതുപോലെ ഗെയിം കളിക്കുമായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ജലസാവും. അവൻ വിചാരിക്കും എന്നാലും ഇവരൊന്നും എന്നെ അക്സെപ്റ്റ് ചെയ്ത് തരുന്നില്ലല്ലോ എന്ന്.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ഹീറോയിനും കൂടി അവരുടെ വീടിന്റെ മുമ്പിലായിട്ട് ഇറങ്ങുന്നതാണ്. അവിടെ എത്തുന്നത് നമ്മുടെ നായകൻ പറയും, എങ്കിൽ പിന്നെ ശരി നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഞാൻ തിരിച്ച് വീട്ടിൽ പൊക്കോളാം എന്ന്. ഉടനെ നമ്മുടെ നായിക പറയും, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണോ? എനിക്ക് നല്ലതുപോലെ അറിയാം നീ ഇപ്പോൾ കുടിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ നിൻ്റെ അടുത്ത് കുടിക്കണ്ട എന്നൊന്നും പറയുന്നില്ല, എന്നാലും നീ നേരത്തെ പറഞ്ഞില്ലേ നിനക്ക് നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആവണം എന്ന്. അതുകൊണ്ട് നീ കുടിക്കുകയും വലിക്കുകയൊന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എൻ്റെ ഹസ്ബൻഡും ഇതേപോലെ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നല്ല ഒരു പ്ലെയർ ആയത് തന്നെ. എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ അവൻ വളർന്നു വന്നത് കണ്ടതാണ് എന്നൊക്കെ നമ്മുടെ ഹീറോയും പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ അല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഹസ്ബൻഡ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ സേഫായിട്ട് അവിടെ നിന്ന് കാറൊക്കെ കയറിപ്പോവും. അവിടെ നമ്മുടെ ഹീറോയിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹീറോ നേരെ നമ്മുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ, അവൾ വർക്ക് ചെയ്യുന്ന ആ ഷോപ്പിലായിട്ട്. ഇത് കാണുന്നേം അവന് നല്ല സങ്കടമാവും. അങ്ങനെ അവൻ വന്ന് കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേക്കുന്നേ നമ്മുടെ ഹീറോയും പറഞ്ഞതുപോലെ ജോഗിങ്ങിനൊക്കെ പോകാനായിട്ട് തുടങ്ങും. അവന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനും ജോഗിങ്ങിന് പോകുന്നത് കാണും. അവൾ പോകാൻ നേരത്തെ അവൾക്കാണെങ്കിൽ പല പല ഓർമ്മകൾ വരും. അതായത് നമ്മുടെ ഹീറോയിനെ ആദ്യമേ കണ്ടതും അതേപോലെ തന്നെ ഇന്നലെ അവളെ ആണെങ്കിൽ സെയിം ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും അവനെ കണ്ടില്ലേ. അതൊക്കെ ആലോചിക്കുന്നേ അവൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അവൾ വിചാരിക്കും ഇനി ഇവർ രണ്ടുപേരും ഒരേ ആൾ തന്നെയാണോ എന്ന്. വേഗം തന്നെ അവൾ അവളുടെ വീട്ടിലായിട്ട് വന്നിട്ട് കബോർഡൊക്കെ നോക്കി പഴയ ഒരു ആൽബം കുത്തിപ്പൊക്കി എടുക്കും. അതിനകത്ത് നമ്മളുടെ നായകന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ നായകനും സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ ഫ്രണ്ടിൽ വീട്ടിലോട്ട് വരാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കും. അവൻ അവിടെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, എടാ ഞാനിപ്പോൾ ജോഗിങ് പോയിട്ട് വന്നതാ, ഞാൻ ഇനി മുതൽ കുടിക്കുകയും വലിക്കുകയൊന്നും ചെയ്തില്ല, ഞാൻ അതെല്ലാം നിർത്തിയിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്ന അവൻ്റെ ഫ്രണ്ട് ഭയങ്കര ഷോക്കായിരുന്നു. അവൻ ചോദിക്കും, നിനക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്ത് പറ്റിയേ എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ നായിക വരും. വന്നുടനെ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ആ ഫോട്ടോയും എടുത്ത് കാണിച്ചിട്ട് ചോദിക്കും, നീ ഹ്യൂഡയോങ് അല്ലേ എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.